1999 ജൂലൈ 4 നേരം പുലരുന്നതിനു മുൻപ് തന്നെ ഒരു സൈനിക നടപടിക്കു തയ്യാറെടുക്കുകയായിരുന്നു ഒരു സംഘം ഇന്ത്യൻ സൈനികർ. പാക് നുഴഞ്ഞുകയറ്റക്കാർ കൈയടക്കിയ കാർഗിലിലെ ടൈഗർ ഹിൽസിലെ തന്ത്രപ്രധാന 3 ബങ്കറുകൾ പിടിച്ചടക്കുകയായിരുന്നു ലക്ഷ്യം. അതിനായി ചുമതലപ്പെടുത്തിയതാകട്ടെ ഗഡക് പ്ലാറ്റൂണിന്റെ ഭാഗമായിരുന്ന ഗ്രനേഡിയർ യോഗീന്ദർ സിംഗ് യാദവിനെ. 17,000 അടി ഉയരത്തിലുള്ള ടൈഗർ ഹില്ലിൽ മഞ്ഞുമൂടിയ മലയുടെ മുകളിലായിരുന്നു ബങ്കറുകൾ. ഇന്ത്യൻ സംഘം 16,000 അടി ഉയരത്തിലെത്തി. അപ്പോഴേക്കും തണുപ്പ് കനത്തു. എല്ലാവർക്കും അവിടേക്ക് കയറാനായില്ല. ഇതോടെ സ്വയം സന്നദ്ധനായ യോഗീന്ദർ മല കയറാൻ ആരംഭിച്ചു. ചെങ്കുത്തായ മഞ്ഞുപാറയിൽ മഴുവെറിഞ്ഞുറപ്പിച്ച് അതീവ ദുഷ്കരമായ പാറക്കെട്ടുകളിൽ അള്ളിപ്പിടിച്ച് കയറി മുകളിലെത്തിയ അദ്ദേഹം കൂട്ടാളികൾക്ക് കയറി വരാൻ കയറിട്ട് നൽകി. ഇതിനിടെ ശത്രുവിന്റെ കണ്ണിൽപ്പെട്ടതോടെ കനത്ത ആക്രമണം നേരിടേണ്ടി വന്നു. വെടിവെപ്പിൽ പ്ലാറ്റൂൺ കമാൻഡറും മറ്റ് 2 പേരും കൊല്ലപ്പെട്ടു. യാദവിന് തോളിലും അടിവയറ്റിലുമടക്കം വെടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റിട്ടും അത് വകവയ്ക്കാതെ ആദ്യത്തെ ബങ്കറിലേക്ക് ഇഴഞ്ഞു നീങ്ങിയ യാദവ് ഒരു ഗ്രനേഡ് അതിന് നേരെ എറിഞ്ഞു. ഇതോടെ 4 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും ശത്രുവിന്റെ തോക്കുകൾ നിശബ്ദമാകുകയും ചെയ്തു. പിന്നാലെ മലമുകളിലെത്തിയ ഇന്ത്യൻ സംഘം പാക് സൈനികരെ കൊലപ്പെടുത്തി ടൈഗർ ഹിൽസ് പിടിച്ചെടുത്തു. 17 വെടിയുണ്ടകളാണ് അന്ന് യാദവിന്റെ ശരീരത്തിൽ പതിച്ചത്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ടൈഗർ ഹിൽസ് പിടിച്ചെടുക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു ഈ നീക്കം. ടൈഗർ ഹില്ലിലിരുന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും നേരിടാനും പാക് സൈനികർക്ക് കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ ടൈഗർ ഹിൽ കീഴടക്കുക എന്നത് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായിരുന്നു. ഇത് പിടിച്ചെടുത്തത് വഴി ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ അനുകൂലമായ സാഹചര്യമൊരുങ്ങി. കാർഗിൽ യുദ്ധവിജയത്തിലേക്ക് നയിച്ച നിർണായകവും സുപ്രധാനവുമായ നാഴികക്കല്ലായിരുന്നു ടൈഗർ ഹിൽസ് കീഴടക്കൽ. ജൂലൈ 11 പാക് നുഴഞ്ഞുകയറ്റക്കാർ കാർഗിലിൽ നിന്ന് പിന്മാറ്റം തുടങ്ങി. പിന്നാലെ 3 മാസം നീണ്ട പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാനെ തുരത്തി കാർഗിലിൽ സൈന്യം ത്രിവർണ പതാക ഉയർത്തി വിജയമുറപ്പിച്ചു. ജൂലൈ 14 ഓപ്പറേഷൻ വിജയ് വിജയിച്ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു. 26 കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരേടായിരുന്നു കാർഗിൽ യുദ്ധം. ആ ഐതിഹാസിക പോരാട്ടത്തിന് 25 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ദീർഘകാലം അതിർത്തികൾ ഏറെക്കുറെ ശാന്തമായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ കാര്യമായ സായുധ പോരാട്ടങ്ങളൊന്നും ഇക്കാലത്ത് നടന്നിരുന്നില്ല. പക്ഷേ 1990കളിൽ സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടായി. കാശ്മീരിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു. അവയിൽ ചിലതിനെ പാകിസ്ഥാൻ പിന്തുണച്ചിരുന്നു. 1998 ഇരു രാജ്യങ്ങളും ആണവ പരീക്ഷണങ്ങൾ നടത്തിയതോടെ മേഖലയിൽ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു. സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമമെന്ന നിലയിൽ ഉഭയകക്ഷി പരിഹാരം വാഗ്ദാനം ചെയ്തുകൊണ്ട് 1999 ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളും ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. പക്ഷേ അതിന് തൊട്ടുമുമ്പുള്ള ശൈത്യകാലത്ത് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിലെ ചിലർക്ക് രഹസ്യമായി പരിശീലനം നൽകിയിരുന്നു. പിന്നാലെ 1999 മെയ് ആദ്യത്തോടെ പാകിസ്ഥാൻ സൈനികരും അർദ്ധസൈനികരും നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറ്റം ആരംഭിച്ചു. ഇതിനവർ ഓപ്പറേഷൻ ബാദർ എന്ന് രഹസ്യനാമം നൽകി. കാശ്മീരിനും ലഡാക്കിനുമിടയിലുള്ള ബന്ധം വിച്ഛേദിക്കുകയും സിയാച്ചിൻ ഹിമാനിയിൽ ഇന്ത്യൻ സൈന്യത്തെ ഒറ്റപ്പെടുത്തുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. ഇതുവഴി കാശ്മീർ തർക്കം പരിഹരിക്കാൻ ഇന്ത്യയെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കാനാണ് അവർ ലക്ഷ്യമിട്ടത്. പാക് സൈനിക മേധാവി പർവേസ് മുഷറഫിന്റെ ഉത്തരവനുസരിച്ച് ഭീകരവാദികളുടെ വേഷത്തിലാണ് പാക് സൈന്യം കാർഗിലിലെ തന്ത്രപ്രധാന മേഖലകളിൽ നുഴഞ്ഞുകയറുന്നത്. പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് അറിയാതെയാണ് ജനറൽ പർവേസ് മുഷറഫ് യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടതെന്നാണ് പിൻകാലത്ത് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കൊടും ശൈത്യത്തെ തുടർന്ന് ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച തക്കത്തിലാണ് പാകിസ്ഥാൻ ചതിപ്രയോഗം നടത്തിയത്. സമുദ്രനിരപ്പിൽ നിന്നും 16,000 മുതൽ 18,000 വരെ അടി ഉയരത്തിലുള്ള കാർഗിൽ മലനിരകളിലെ പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെയും നുഴഞ്ഞുകയറ്റക്കാർ നിലയുറപ്പിച്ചു. പ്രത്യാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉയരത്തിന്റെ അനുകൂലത്തിൽ മുൻതൂക്കം ഉറപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ശ്രീനഗറിനെയും ലേയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത 1A അഭിമുഖമായുള്ള പ്രദേശത്താണ് വലിയ നുഴഞ്ഞുകയറ്റമുണ്ടായത്. മെയ് 3 കാർഗിൽ മലനിരകളിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന് സേനയ്ക്ക് വിവരം ലഭിച്ചു. മേഖലയിൽ അപരിചിതരായ ചിലരെ കണ്ടുവന്ന് പ്രദേശവാസികളായ ആട്ടിടയന്മാരാണ് കാർഗിൽ സെക്ടറിലെ ബാൻജു സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിക്കുന്നത്. പിന്നാലെ സേനയുടെ റോന്തുചുറ്റൽ സംഘം നിരീക്ഷണം നടത്തി. അടുത്ത ദിവസങ്ങളിൽ വിപുലമായ നിരീക്ഷണവും വ്യോമ നിരീക്ഷണവും സൈന്യം നടത്തി. പാക് അധിനിവേശത്തിന്റെ വ്യാപ്തിയും തയ്യാറെടുപ്പുകളും മനസ്സിലാക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം. നിയന്ത്രണ രേഖയ്ക്ക് ഇപ്പുറത്തു നിലയുറപ്പിച്ച പാക് സൈനികരെ തുരത്താനുള്ള പദ്ധതി വേഗത്തിൽ തന്നെ തയ്യാറാക്കി. വേഗത്തിലും പരമാവധി ആൾനാശം ഒഴിവാക്കിയും ഇത് ഇന്ത്യക്ക് പൂർത്തിയാക്കണമായിരുന്നു. ഇതിനിടെ പാക് സൈന്യത്തിന്റെ ഷെല്ലാക്രമണത്തിൽ കാർഗിലിലെ ഇന്ത്യൻ വെടിമരുന്ന് സംഭരണികൾ തകർന്നു. പിന്നാലെ കാർഗിൽ, ദ്രാസ്, ബതാലിക് മേഖലകളിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന് കരസേന സ്ഥിരീകരിച്ചു. ഇതോടെ ഇന്ത്യ കൂടുതൽ സൈനികരെ കാർഗിൽ താഴ്വരയിൽ വിന്യസിക്കുന്നു.
പാക് സൈന്യത്തിൽ നിന്ന് പ്രദേശം തിരിച്ചുപിടിക്കുക ദുഷ്കരമാണെന്ന് ഇന്ത്യൻ സേനയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. മലനിരകളിലെ ഉയർന്ന പ്രദേശത്ത് അവർ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ ഒന്നിലധികം ദിശകളിൽ നിന്നുള്ള കനത്ത വെടിവെപ്പിനെ പ്രതിരോധിക്കുക അസാധ്യമായിരുന്നു. പർവ്വത പ്രദേശം അവർക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയിരുന്നതിനാൽ മുകളിലേക്ക് ആക്രമണം നടത്തി മുന്നേറുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇതോടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ വ്യോമാക്രമണത്തിലൂടെ നേരിടാമെന്ന നിർദ്ദേശമുയർന്നു. കരസേന ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് വ്യോമാക്രമണം എന്ന പദ്ധതി അംഗീകരിക്കപ്പെട്ടു. ശത്രുക്കൾക്കെതിരായ വ്യോമാക്രമണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെ മെയ് 25-ന് ഇന്ത്യൻ വ്യോമസേന നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ വ്യോമാക്രമണം ആരംഭിച്ചു. ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നായിരുന്നു ഇതിന് നൽകിയ പേര്. പിറ്റേന്ന് വ്യോമസേനയുടെ MiG-27 തകർന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ നജികേത പാകിസ്ഥാന്റെ പിടിയിലായി. നിയന്ത്രണ രേഖയിൽ രക്ഷാപ്രവർത്തനത്തിലായിരുന്ന MiG-21 വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. സ്ക്വാഡ്രൺ ലീഡർ അജയ് അഹൂജ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. മെയ് 28 MiG-17 ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടു. അതിലുണ്ടായിരുന്ന 4 പേരും മരിച്ചു. വ്യോമസേന ഹെലികോപ്റ്ററുകൾ അതോടുകൂടെ പിൻവലിച്ചു. മെയ് 31 കാർഗിലിൽ യുദ്ധസമാന സാഹചര്യമെന്ന് പ്രധാനമന്ത്രി AP വാജ്പേയി പ്രഖ്യാപിച്ചു. പാക് സൈന്യം കീഴടക്കിയ പ്രദേശത്ത് നിന്ന് അവരെ ഒഴിപ്പിക്കുകയും തുടർ കയ്യേറ്റം നിയന്ത്രിക്കുകയായിരുന്നു ഓപ്പറേഷൻ വിജയുടെ സൈനിക തന്ത്രം. ജൂൺ 1-ന് ദേശീയപാത 1-ൽ പാക് സൈന്യം ഷെല്ലാക്രമണം ആരംഭിച്ചു. 2 ദിവസത്തിനു ശേഷം നജികേതയെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറി. പിന്നാലെ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന രേഖകൾ ഇന്ത്യ പുറത്തുവിട്ടു. 3 പാക് സൈനികരിൽ നിന്ന് കണ്ടെടുത്തതായിരുന്നു ഈ രേഖകൾ. വൈകാതെ കാർഗിലിലും ദ്രാസിലും ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ശക്തമായ പ്രത്യാക്രമണം ആരംഭിക്കുന്നു. ജൂൺ 9-ന് ബദാലിക് സെക്ടറിലെ 2 നിർണായക സൈനിക പോസ്റ്റുകൾ പാക് സൈന്യത്തിൽ നിന്ന് ഇന്ത്യ തിരിച്ചുപിടിച്ചു. പിറ്റേന്ന് 6 പട്ടാളക്കാരുടെ വികൃതമാക്കിയ മൃതദേഹം പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറി. നുഴഞ്ഞുകയറ്റത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇടപെടലിന്റെ തെളിവായി സൈനിക മേധാവി പർവേഷ് മുഷറഫും ലഫ്റ്റനന്റ് ജനറൽ അസീസ് ഖാനും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ ഇന്ത്യ പുറത്തുവിടുന്നു. ഇതിനിടെ പ്രശ്നപരിഹാരത്തിനായി വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി സർജാദ് അസീസും ഡൽഹിയിൽ ചർച്ച നടത്തി. നുഴഞ്ഞുകയറ്റക്കാർ ഒഴിഞ്ഞുപോകുമെന്ന് അസീസ് പ്രഖ്യാപിച്ചു. തോലോലിംഗ് കൊടുമുടി ഇന്ത്യൻ സേന പിടിച്ചെടുത്തതോടെ യുദ്ധം വഴിത്തിരിവിലെത്തി. കനത്ത ഷെല്ലാക്രമണത്തിനിടെ പ്രധാനമന്ത്രി വാജ്പേയി കാർഗിലിൽ സന്ദർശനം നടത്തി. ഇതിനിടെ കാർഗിലിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനോട് US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആവശ്യപ്പെടുന്നു. ജൂൺ 20-ന് .5140 സൈന്യം പിടിച്ചെടുത്തതോടെ തോലോലിംഗിൽ ഇന്ത്യ പൂർണ്ണ വിജയം നേടി. ഇതിനിടെ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കണമെന്ന് G8 രാജ്യങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. ഒപ്പം US ജനറൽ ആന്റണി സിന്നി പാകിസ്ഥാൻ സന്ദർശിക്കുകയും കാർഗിലിൽ നിന്ന് പിന്മാറാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. പിന്നാലെ US പ്രസിഡന്റിന്റെ ദൂതൻ ഇന്ത്യയിലെത്തി. ജൂലൈ 4-ന് ഇന്ത്യൻ സേന ടൈഗർ ഹിൽ തിരിച്ചുപിടിച്ചു. 12 മണിക്കൂറിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് നിർണായക പ്രദേശം ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിച്ചത്. ഈ പോരാട്ടം ബാറ്റിൽ ഓഫ് ടൈഗർ ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനിടെ നവാസ് ഷെരീഫ് വാഷിംഗ്ടണിലെത്തി ക്ലിന്റനെ കണ്ടു. നുഴഞ്ഞുകയറ്റക്കാരെ പിൻവലിച്ചതിനു ശേഷം ചർച്ച തുടങ്ങാൻ ക്ലിന്റൺ നിർദ്ദേശിച്ചു. ഇന്ത്യൻ സൈന്യം ദ്രാസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തു. ജൂലൈ 11-ന് പാക് നുഴഞ്ഞുകയറ്റക്കാർ കാർഗിലിൽ നിന്ന് പിന്മാറ്റം തുടങ്ങി. ബഡാലിക്കിലെ മലനിരകൾ തിരിച്ചുപിടിച്ച ഇന്ത്യ സമ്പൂർണ്ണ പിന്മാറ്റത്തിന് ജൂലൈ 16 എന്ന സമയപരിധി നിശ്ചയിച്ചു. ഇതിനിടെ പിന്മാറ്റം വിശദമാക്കി ഷെരീഫിന്റെ പ്രസ്താവന പുറത്തുവന്നു. വാജ്പേയിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി അദ്ദേഹം. ജൂലൈ 14 ഓപ്പറേഷൻ വിജയ് വിജയിച്ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി പ്രഖ്യാപിച്ചു. പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് ഉപാധികളും വെച്ചു. ജൂലൈ 16-ന് കാർഗിൽ യുദ്ധം അവസാനിച്ചു. പാക് സൈന്യത്തെ പൂർണ്ണമായും തുരത്തിയെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ജൂലൈ 26-ന് കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചതായും ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിക്കുന്നു. അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണ് പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയ ശത്രുവിനെ തുരത്തി ഐതിഹാസിക വിജയമാണ് ഇന്ത്യ കാർഗിലിൽ കുറിച്ചത്. 2 മാസവും 3 ആഴ്ചയും 2 ദിവസവും നീണ്ടുനിന്നു ആ പോരാട്ടം. കാലാവസ്ഥയും ഭൂപ്രകൃതിയും എതിരുനിന്ന യുദ്ധഭൂമിയിൽ ആത്മവിശ്വാസവും ധീരതയും കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം പോരാടി ജയിച്ചത്. ജൂൺ 19-ന് ടോഡാലിംഗിലെ ആക്രമണം മുതൽ ജൂലൈ 4-ന് ടൈഗർ ഹിൽസ് പിടിച്ചടക്കുന്നതുവരെ അത് നീണ്ടുനിന്നു. മലനിരകൾക്ക് മുകളിൽ നിലയുറപ്പിച്ച പാക് സൈന്യത്തെ തുരത്താൻ ഇന്ത്യൻ സേനയെ സഹായിച്ചത് കര, വ്യോമ, നാവിക സേനകളുടെ സംയുക്ത നീക്കങ്ങളാണ്. കടുത്ത വ്യോമാക്രമണത്തിൽ അവർക്ക് അടിതെറ്റി. MiG-27, MiG-21, AI-17, മിറാഷ് 2000, MiG-25 എന്നിവയെല്ലാം യുദ്ധത്തിൽ ഇന്ത്യയ്ക്കായി അണിനിരന്നു. ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നായിരുന്നു വ്യോമസേന ദൌത്യത്തിന് പേര്. നുഴഞ്ഞുകയറിയ പാക് സേനയെ നേരിടാൻ കരസേന ഇറങ്ങി. കാർഗിലിൽ കരസേന ഉപയോഗിച്ചത് 2,50,000 ഷെല്ലുകളും ബോംബുകളും റോക്കറ്റുകളുമാണ്. ദിവസവും 300 തോക്കുകളും പീരങ്കികളും റോക്കറ്റ് ലോഞ്ചറുകളും നിറയൊഴിച്ചുകൊണ്ടേയിരുന്നു. പാകിസ്ഥാന്റെ തുറമുഖങ്ങൾ നാവികസേന ഉപരോധിച്ചതോടെ അവർ പൂർണ്ണമായും പ്രതിരോധത്തിലായി. ഒടുവിൽ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതായി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ജൂലൈ 14-ന് പ്രഖ്യാപിച്ചു. യുദ്ധം അവസാനിച്ചതായി ജൂലൈ 26-ന് ഔദ്യോഗിക പ്രഖ്യാപനവും വന്നു. കാർഗിൽ യുദ്ധം ഇരുഭാഗത്തും കാര്യമായ നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും ഇരു രാജ്യങ്ങളും പുറത്തുവിട്ട കണക്കുകളിൽ തന്നെ വലിയ അന്തരമുണ്ട്.
പക്ഷേ യുദ്ധത്തിലെ ആൾനാശം വലുതു തന്നെയായിരുന്നു. ഇന്ത്യ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ 527 ധീരജവാന്മാർക്കാണ് കാർഗിലിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 1363 പേർക്കാണ് പരിക്കേറ്റത്. മറുവശത്ത് പാക് സൈന്യത്തിന്റെ നഷ്ടം നിർണ്ണയിക്കാൻ തന്നെ പ്രയാസമാണ്. 737 മുതൽ 1200 പേർ പാകിസ്ഥാന്റെ ഭാഗത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇന്ത്യ അവകാശപ്പെട്ടത്. പാക് സൈനികരുടെ 249 മൃതദേഹങ്ങൾ ഇന്ത്യൻ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. തങ്ങളുടെ 453 സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. പക്ഷേ പാക് പക്ഷത്ത് പരിക്കേറ്റവരുടെ യഥാർത്ഥ സംഖ്യ സംബന്ധിച്ച് സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെയില്ല. 700ഓളം മരണങ്ങൾ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റും കണക്കാക്കിയിരുന്നു. പക്ഷേ നവാസ് ഷെരീഫ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 4000-ലധികം മരണങ്ങളുണ്ടായി. പാകിസ്ഥാനിലെ മറ്റൊരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ആയിരക്കണക്കിന് മരണമുണ്ടായതാണ് വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ കണക്കുകൾ പ്രകാരം 1042 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. യുദ്ധത്തിനിടെ ഒരു ഇന്ത്യൻ പൈലറ്റാണ് ഔദ്യോഗികമായി പാകിസ്ഥാന്റെ പിടിയിലായത്. അതേസമയം യുദ്ധസമയത്ത് ഇന്ത്യ പിടികൂടിയ പാക് സൈനികരെ മാനുഷിക പരിഗണന നൽകി വിട്ടയക്കുകയും 1999 ഓഗസ്റ്റ് 13 പാകിസ്ഥാന് കൈമാറുകയും ചെയ്തു. 1999 ജൂലൈ 26 കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിക്കുന്നത്. സൈനികരുടെ ധീരതയെ ആദരിക്കുന്നതിനായി വർഷം തോറും ഈ ദിനം കാർഗിൽ വിജയ ദിവസമായി ആഘോഷിക്കുകയും ചെയ്യുന്നു ഇന്ത്യ.